സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുന്ന രമേശിന് പതിയെ പതിയെ ചെറിയ ചില ഓർമ്മക്കുറവുകൾ അനുഭവപ്പെടുന്നതും ഓർമ്മ നഷ്ടപ്പെട്ട രമേശൻ മറവിരോഗം ബാധിച്ചു മരണപ്പെടുന്നതുമാണ് തന്മാത്ര എന്ന സിനിമയുടെ കഥ. ഇനി വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കപ്പുറം ഇവരുടെയൊക്കെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. 10 വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നു. മനു ഇപ്പോൾ ഒരു IAS ഓഫീസറാണ്. അച്ഛൻ കണ്ട സ്വപ്നം അവൻ നേടിയിരിക്കുന്നു. പക്ഷേ ആ വിജയത്തിൽ ഒരു ശൂന്യതയുണ്ട്. അവന്റെ അച്ഛൻ ഇത് കാണാനില്ല എന്ന ശൂന്യത തന്നെ. അമ്മ വാർദ്ധക്യത്തിലേക്കും സഹോദരി സ്വന്തം ജീവിതത്തിലേക്കും കടന്നിരിക്കുന്നു. സഹോദരി ഇപ്പോൾ വിവാഹിതയും കുടുംബവുമൊക്കെയായി മറ്റൊരു നഗരത്തിലാണ്. രമേശൻ നായരുടെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അമ്മയും മനുവും ഇപ്പോൾ താമസിക്കുന്നത് ടൗണിലാണ്. പഴയ വീട് ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നു. മനു ഇടയ്ക്കൊക്കെ അവിടെ പോകും. അവിടെയുള്ള ഓരോ വസ്തുവും ഓരോ കാഴ്ചയും അവന്റെ അച്ഛന്റെ ഓർമ്മകളാണ്. ഒരു ദിവസം ഔദ്യോഗിക ആവശ്യത്തിനായി ഒരു ഡിമെൻഷൻ കെയർ ഹോം മനുവിനെ സന്ദർശിക്കേണ്ടി വരുന്നു. അവിടെ വെച്ചാണ് വർഷങ്ങൾക്ക് ശേഷം അവൻ അഞ്ജലിയെ വീണ്ടും കണ്ടുമുട്ടുന്നത്. അവന്റെ +2 കാലത്തെ കാമുകിയായിരുന്ന അഞ്ജലിയെ. അവളിപ്പോൾ ഒരു ന്യൂറോളജിസ്റ്റ് ആണ്. ആ ഡിമെൻഷ്യ കെയർ ഹോമിലെ രോഗികളെ ചികിത്സിക്കുന്നത് അവളാണ്. അവിടെ വെച്ച് പരസ്പരം തിരിച്ചറിയുന്ന ഇരുവരും വളരെയധികം സന്തോഷിക്കുന്നു. അഞ്ജലി ഇപ്പോൾ വിവാഹിതയാണ്. അവൾക്കൊരു മകളുണ്ട്. ഭർത്താവും അവളെ പോലെ തന്നെ നല്ലൊരു ന്യൂറോളജിസ്റ്റ് ആണ്. മനുവിന്റെ വിശേഷങ്ങളൊക്കെ താൻ പത്രങ്ങൾ വഴി അറിയാറുണ്ടെന്ന് പറയുന്ന അവൾ മനു എന്താണ് ഇതുവരെ വിവാഹം കഴിക്കാത്തത് എന്ന് അവനോട് ചോദിക്കുന്നു. സത്യത്തിൽ അതിനുള്ള ഉത്തരം അവന്റെ കയ്യിലില്ലായിരുന്നു. എന്തോ വിവാഹത്തെക്കുറിച്ച് കാര്യമായി ചിന്തിച്ചില്ല, അത്ര തന്നെ. എന്നാൽ അവിടെ വെച്ച് അഞ്ജലി മറ്റൊരാളെ മനുവിനെ കാണിച്ചു കൊടുക്കുന്നു. അതൊരു രോഗിയായ മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെ കണ്ട് മനു ഞെട്ടുന്നു. തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന കാലത്തെ തന്റെ നെയ്ബറും ഫ്രണ്ടുമായിരുന്ന പെൺകുട്ടിയുടെ ഗൾഫുകാരനായ അച്ഛനായിരുന്നു അത്. ആ അച്ഛനും ഇപ്പോൾ തന്റെ അച്ഛന് നേരിട്ട അതേ രോഗമാണ് എന്നറിയുന്ന മനു വിഷമിക്കുന്നു. മാത്രമല്ല വർഷങ്ങൾക്ക് ശേഷം മനുവിന് തന്റെ ആ ഫ്രണ്ടിന്റെ നമ്പർ അഞ്ജലിയുടെ കയ്യിൽ നിന്നും കിട്ടുന്നു. മനു സന്തോഷത്തോടെയാണ് ഇക്കാര്യം അമ്മയോട് പറയുന്നത്. അങ്ങനെ അമ്മയും മനുവും സന്തോഷത്തോടെ അവളെ വിളിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം അവർ സംസാരിക്കുന്നു. അവളുടെ അമ്മയുമായും അവർ സംസാരിക്കുന്നു. അവൾ ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല എന്നതും അവൾ അച്ഛന്റെ ചികിത്സയ്ക്കായി കഷ്ടപ്പെടുകയാണ് എന്നതുമൊക്കെ അവളുടെ അമ്മ അവരോട് പറയുന്നു. അങ്ങനെ അവളും മനുവും തമ്മിലുള്ള സൗഹൃദം വർദ്ധിക്കുന്നു. ഒരു ദിവസം തന്റെ അച്ഛനെ കാണാനായി ഡിമെൻഷ്യ കെയർ ഹോമിൽ വരുന്ന അവൾ അവിടെ വെച്ച് മനുവിനെ കാണുന്നു. അവൾ വരുന്നു എന്ന് മുൻകൂട്ടി അറിയിച്ച പ്രകാരം മനു അവളെ കാണാനായി എത്തിയതാണ്. അവിടെ വെച്ച് അഞ്ജലി ഒരു തമാശ പോലെ മനുവിനോട് പറയുന്നു, നിങ്ങൾക്ക് 2 പേർക്കും വിവാഹം കഴിച്ചൂടെ എന്ന്. പക്ഷെ അതത്ര തമാശയൊന്നും അല്ലായിരുന്നു. തന്റെ പണ്ടത്തെ അവസ്ഥ അറിയാവുന്ന മനുവിന് അവളെ മനസ്സിലാക്കാൻ ഇപ്പോൾ എളുപ്പമായതുകൊണ്ട് അവനും അതേപറ്റി ആലോചിച്ചിരുന്നു. പക്ഷേ അവൻ അതിന് മറുപടി ഒന്നും നൽകിയില്ല എന്ന് മാത്രം. അവളും അങ്ങനെ അന്നത്തെ ദിവസം അവൾ അവളുടെ അച്ഛനെ കാണാനായി അച്ഛന്റെ മുറിയിലേക്ക് പോകുന്നെങ്കിലും ആരാ മനസ്സിലായില്ല എന്നാണ് അച്ഛൻ അവൾക്ക് നൽകുന്ന മറുപടി. ആ വാക്കുകൾ കേട്ട് മനുവിന്റെ ഹൃദയം വേദനിച്ചു. അവസാന കാലത്ത് സ്വന്തം മകന്റെ പേര് പോലും ഓർമ്മയില്ലായിരുന്നു തന്റെ അച്ഛന് എന്ന സത്യം അവനെ വേദനിപ്പിക്കുന്നു. അങ്ങനെ ആ രാത്രി മനു പഴയ തറവാട്ടു വീട്ടിലേക്ക് പോകുന്നു. ആ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന അവൻ തന്റെ അച്ഛന്റെ രോഗവിവരത്തിന്റെ പഴയ ഫയലുകൾ ചുമ്മാ മറിച്ചു നോക്കുന്നു. അതിൽ ആശുപത്രിയിലെ റിപ്പോർട്ടുകൾ, മരുന്നിന്റെ കുറിപ്പുകൾ എന്നിങ്ങനെ പലതും ഉണ്ടായിരുന്നു. ഒപ്പം ഡോക്ടർ എഴുതിയ ഒരു കുറിപ്പും. രോഗം പുരോഗമിക്കുമ്പോൾ ഇദ്ദേഹം കുടുംബാംഗങ്ങളെ തിരിച്ചറിയാതെയാകാം. പക്ഷെ വികാരങ്ങൾ പലപ്പോഴും ഓർമ്മയേക്കാൾ കൂടുതൽ കാലം നിലനിൽക്കും എന്നാണ് അതിലുണ്ടായിരുന്നത്. ആ വാചകം മനുവിനെ വേദനിപ്പിക്കുന്നു. പക്ഷേ അന്ന് അവനൊരു തീരുമാനമെടുക്കുന്നു. ആ നിമിഷം അവൻ ആദ്യം ചെയ്തത് തന്റെ പഴയ കൂട്ടുകാരിക്ക് ഒരു മെസ്സേജ് അയക്കുക എന്നതാണ്. എനിക്ക് നിന്നെയും നിനക്കെന്നെയും മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ അനുഭവിച്ച വേദനകളെല്ലാം തുല്യമാണ്. അതിനാൽ നമുക്ക് ഇനിയുള്ള കാലം ഒന്നിച്ച് വേദനകൾ പങ്കിട്ടാലോ എന്നതാണ് ആ മെസ്സേജ്. ഇന്ന് ഒരു ഞായറാഴ്ചയാണ്. ഡിമെൻഷ്യ രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള സംസ്ഥാനത്തെ ആദ്യ സമഗ്ര സഹായ പദ്ധതിക്ക് തുടക്കമിടുന്ന ദിവസമാണിന്ന്. മെമ്മറി ക്ലിനിക്കുകൾ, കെയർ ഗിവർ പരിശീലനം, ഹോം കെയർ പിന്തുണ, ഹെൽപ്പ് ലൈൻ എന്നിങ്ങനെ എല്ലാം അതിലുണ്ട്. തന്റെ ജില്ലയിൽ തന്നെ അത്തരമൊരു പദ്ധതി നടപ്പിലാക്കിയത് മനുവാണ്. ഇന്ന് അവനൊപ്പം പരിപാടിയിൽ പങ്കെടുക്കാൻ അവന്റെ അമ്മയും ഭാര്യയും അനിയത്തിയും അഞ്ജലിയും എല്ലാം ഉണ്ട്.
കൂട്ടത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ മനുവിനോട് ചോദിക്കുന്നു, ഈ പദ്ധതിക്ക് പ്രചോദനം ആരാണ് എന്ന്. ഒരു നിമിഷം നിശബ്ദനായ ശേഷം അവൻ മറുപടി പറയുന്നു, ഒരിക്കൽ എന്നെ മറന്നുപോയ ഒരു മനുഷ്യൻ, പക്ഷേ എന്നെ സ്നേഹിക്കുന്നത് ഒരിക്കലും മറക്കാത്ത മനുഷ്യൻ, എന്റെ അച്ഛൻ എന്ന്. അത് പറയുമ്പോൾ മനുവിന്റെ കണ്ണുകൾ നിറയുന്നു, ഒപ്പം അവന്റെ അമ്മയുടെയും. അപ്പോൾ ചുമരിലെ ബോർഡിൽ എഴുതി വെച്ച ആ വചനം മനു ഒരിക്കൽ കൂടി വായിക്കുന്നു, ഓർമ്മകൾ നഷ്ടപ്പെടാം, എന്നാൽ സ്നേഹത്തിന് ഓർമ്മയുടെ സഹായം വേണ്ട.